Learnerzy online education. ഹായ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ ഹർഷിത. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ MSO 3 സോഷ്യോളജി ഓഫ് ഡെവലപ്മെൻറ്റിൽ യൂണിറ്റ് 1 ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രോഗ്രസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡയമെൻഷൻസിൻ്റെ ക്ലാസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പാർട്ട് 2 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത് മാക്സ് വെബറിനെ കുറിച്ചായിരുന്നു. ഇനി ബാക്കിയുള്ള ചിന്തകന്മാരുടെ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൂടെ നമുക്ക് നോക്കാം. പറയുന്നത് L.T. ഹോബ്ഹൗസിൻ്റെ വ്യൂ ആണ്. ഹോബ്ഹൗസ് വാസ് greatly influenced by both Comte and Spencer. Like Comte, he believed that the development of human mind was the key factor in social development. From Spencer, he took the idea of social development is a process of increasing scale, complexity and internal differentiation. കോംതെയും സ്പെൻസറും ഹോബ്ഹൗസിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. കോംതെയുടെ വ്യൂസും സ്പെൻസറുടെ വ്യൂ ഒക്കെ. കോംതെ പോലെ മനുഷ്യ മനസ്സിൻ്റെ വികാസമാണ് സാമൂഹിക വികസനത്തിൻ്റെ പ്രധാന ഘടകമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആദ്യം അവനവൻ്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യലാണ് വലുതാവേണ്ടതെന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. കാരണം നമ്മുടെ മൈൻഡ് ചേഞ്ച് ആവണം. ഒരു പരമ്പരാഗതമായിട്ട് നിലനിന്നിരുന്നു പോന്നിരുന്ന ആ ഒരു സാധാരണഗതിയുള്ള ജീവിതവും വളർച്ചയെ കൂടുതൽ വിമർശിക്കുന്ന ആ ഒരു ചിന്താഗതി, ആ ചിന്താഗതിയിലാണ് ആദ്യം മാറ്റം വരേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സ്കെയിൽ സാങ്കേതികത, ആന്തരിക വ്യത്യാസം എന്നിവ വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് സാമൂഹിക വികസനം എന്ന ആശയം സ്പെൻസറിൽ നിന്ന് അദ്ദേഹം സ്വീകരിച്ചു. അതായത് ഒരാളുടെ ആ ഒരു ചിന്താഗതിയിലുള്ള വളർച്ചയും അതിൻ്റെ സങ്കീർണതയും അതിൻ്റെ ആന്തരികമായ വ്യത്യാസങ്ങളും വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് സാമൂഹിക വികസനം എന്ന് സ്പെൻസറിൽ നിന്ന് അദ്ദേഹം സ്വീകരിച്ചു. കാരണം ഒരു സമൂഹം വികസിക്കുമ്പോൾ അതിനനുസരിച്ച് ആ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ചിന്താഗതിയും വ്യത്യാസപ്പെടേണ്ടതുണ്ട് എന്നാണ്. Hobhouse argued that as the human mind develops, it leads to social development. He also believed that this mental growth included that development of moral ideas which move towards the ideal of rational ethics. Thus, in turn, changes major social institutions and can be seen as progress. മനുഷ്യ മനസ്സ് വികസിക്കുമ്പോൾ അത് സാമൂഹിക വികസനത്തിലേക്ക് നയിക്കുമെന്ന് ഹോബ്ഹൗസ് വാദിച്ചു. ഈ ഒരു മാനസിക വളർച്ചയിൽ ധാർമ്മിക ആശയങ്ങളുടെ വികസനം ഉൾപ്പെടുന്നുവെന്നും അത് യുക്തിസഹമായ ധാർമ്മികതയുടെ ആദർശങ്ങളിലേക്ക് നീങ്ങുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. ഇതാകട്ടെ പ്രധാന സാമൂഹിക സ്ഥാപനങ്ങളായിട്ട് മാറ്റുകയും പുരോഗതിയായിട്ട് കാണുകയും ചെയ്യുന്നു. ആദ്യം മാറ്റങ്ങൾ വരുന്നത് മനുഷ്യൻ്റെ ചിന്താഗതിയിലാണ്. എങ്കിൽ മാത്രമേ എന്തു വരുള്ളൂ, ചുറ്റുമുള്ള കാര്യങ്ങളും കൂടെ വികസിക്കുക. ബേസിക്കലി ഇന്ത്യ എടുത്ത് നോക്കിയാൽ മതി. നമ്മുടെ ഒരു ഇന്ത്യയിൽ മതങ്ങളാണ്, മതവും മതവിശ്വാസങ്ങളാണ് മുൻതൂക്കം. അതുകൊണ്ട് നമ്മൾ വികസനത്തിന് ഒരുപാട് എതിർക്കുന്നുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ ചുറ്റുപാടുകൾ അനുസരിച്ചിട്ടുള്ള ഈ ഒരു ചിന്താഗതി ആണ് നമ്മുടെ കൂടുതൽ വികസനത്തിന് തടയെടുത്തത്. അതാണ് പറഞ്ഞത്, ആദ്യം മാറേണ്ടത് നമ്മുടെ ചിന്താഗതിയാണ്. നമുക്ക് വികസനത്തിന് എതിർപ്പാണ്. എവിടെയെങ്കിലും ഒരു വികസനങ്ങൾ വരുന്നതിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മളെല്ലാവരും ആദ്യം അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്, നമ്മുടെ ചിന്താഗതിയാണ് ആദ്യം മാറേണ്ടതെന്നാണ് ആര് പറയുന്നത്, ഹോബ്ഹൗസ് ഇവിടെ പറയുന്നത്. അടുത്തത് ടാൽക്കോട്ട് പേഴ്സൺ ആണ്. ടാൽക്കോട്ട് പേഴ്സൺ യൂസ്ഡ് ആൻ എവല്യൂഷണറി അപ്രോച്ച് ടു എക്സ്പ്ലെയിൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി through different stages. He introduced the idea of evolutionary universals, meaning that despite differences in history, there are general patterns of evolution that all societies follow, from primitive to modern industrial societies. Parsons identified 3 types of evolutionary societies: primitive, ആൻഡ് ഇൻ്റർമീഡിയറ്റ് ആൻഡ് മോഡേൺ. വിവിധ ഘട്ടങ്ങളിലൂടെ മനുഷ്യ സമൂഹത്തിൻ്റെ വികാസത്തെ വിശദീകരിക്കാൻ പാഴ്സൺസ് ഒരു പരിണാമ സമീപനം ഉപയോഗിച്ചിരുന്നു. പരിണാമപരമായ സാർവത്രികങ്ങൾ, അതായത് എവല്യൂഷണറി യൂണിവേഴ്സൽസ് എന്ന ആശയം അദ്ദേഹം അവതരിപ്പിച്ചു. അതായത് ചരിത്രത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും എല്ലാ സമൂഹങ്ങളും പിന്തുടരുന്ന പരിണാമത്തിൻ്റെ പൊതുവായിട്ടുള്ള മാതൃകയാണ്. ആദിമകാലം മുതൽ ആധുനിക വ്യവസായ സമൂഹങ്ങൾ വരെ 3 തരം പരിണാമ സമൂഹങ്ങൾ പാഴ്സൺസ് തിരിച്ചറിഞ്ഞു. ആ ഒരു 3 തരത്തിലുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് പ്രിമിറ്റീവ് സൊസൈറ്റീസ്. Primitive societies are basic in their social organization and economic activities. They focused on survival through food gathering, hunting, animal
husbandry and farming. These societies use simple technology and their culture often includes animism, magic and religion. Their political system is simple and governed by collective community rules. പ്രാകൃത സമൂഹങ്ങൾ അവരുടെ സാമൂഹിക സംഘടനയിലും സാമ്പത്തിക പ്രവർത്തനങ്ങളുമാണ് അവരുടെ അടിസ്ഥാനം. അതായത് പ്രിമിറ്റീവ് സൊസൈറ്റീസിൻ്റെത് പ്രാകൃത സമൂഹങ്ങൾ ഭക്ഷണം ശേഖരിക്കലും വേട്ടയാടലും മൃഗപരിപാലനവും കൃഷി എന്നിവയിലൂടെയാണ് അവർ അതിജീവനത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഈ ഒരു സമൂഹങ്ങൾ ലളിതമായ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുകയും അവരുടെ സംസ്കാരത്തിൽ പലപ്പോഴും ആനിമിസം, മാജിക്, മതം എന്നിവ ഉൾപ്പെടുകയും ചെയ്യുന്നു. അവരുടെ രാഷ്ട്രീയ വ്യവസ്ഥ ലളിതവും കൂട്ടായ സമുദായ നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടതുമായിരുന്നു. ആദിമ സമൂഹങ്ങളിലാണ് പറയുന്നത്. അവർക്ക് അന്ന് അതായിരുന്നു ആവശ്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവർ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളായിരുന്നു. അതുകൊണ്ട് എല്ലാ സമൂഹങ്ങളിലും ഇത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ആദിമ മനുഷ്യനും ഭക്ഷണമായിരുന്നു പ്രധാനം. അതുകൊണ്ട് എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും അന്ന് അവരുടെ ബുദ്ധിക്കനുസരിച്ചും ലഭ്യതയ്ക്കനുസരിച്ചുമുള്ള ടെക്നോളജി ആയിരുന്നു അവർ ലളിതമായ ടെക്നോളജി ആയിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. കല്ലും തീയും അങ്ങനെ പോലുള്ള വേട്ടയാടൽ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അടുത്ത പറയുന്നത് ഇൻ്റർമീഡിയറ്റ് സൊസൈറ്റീസിനെ കുറിച്ചാണ്. ഇൻ്റർമീഡിയറ്റ് സൊസൈറ്റീസ് ഡെവലപ്ഡ് ഫ്രം പ്രിമിറ്റീവ് സൊസൈറ്റീസ് ഡ്യൂ ടു പോപ്പുലേഷൻ ഗ്രോത്ത് വിച്ച് കോസസ് social differentiation. This leads to the division of human settlement into town and cities and the rise of new occupation and classes. ജനസംഖ്യാ വർധനവ് കാരണം പ്രാകൃത സമൂഹങ്ങളിൽ നിന്ന് ഇന്റർമീഡിയറ്റ് സമൂഹങ്ങൾ വികസിക്കുന്നു. ഇത് സാമൂഹിക വ്യത്യാസത്തിന് കാരണമാകും. ഇത് മനുഷ്യവാസ കേന്ദ്രങ്ങളെ പട്ടണങ്ങളിലേക്കും നഗരങ്ങളിലേക്കും വിഭജിക്കാൻ പുതിയ തൊഴിലുകളും മാർഗങ്ങളുടെ ഉദയത്തിലേക്ക് നയിക്കുന്നു. പിന്നീട് അവർ ജനസംഖ്യയുടെ വളർച്ച കണ്ടു. ജനസംഖ്യ വളയ്ക്കുമ്പോൾ ലഭ്യതയും കൂടുതൽ വേണം. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമങ്ങളെല്ലാം പട്ടണങ്ങളായിട്ട് വികസിക്കുകയാണ്. കാരണം ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് പട്ടണങ്ങളായിട്ട് വികസിക്കുകയാണ്. അവർക്ക് മതിയായിട്ടുള്ള ലഭ്യതകൾ കുറയുകയാണ്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ലഭിക്കാൻ വേണ്ടിയിട്ട് തൊഴിൽ വിഭജനങ്ങൾ സാധ്യമാക്കുകയും പട്ടണങ്ങൾ രൂപം കൊള്ളുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദിസ് സൊസൈറ്റീസ് ക്രിയേറ്റ് സിസ്റ്റംസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പവർ, wealth or status, like the caste system. They also develop rules for social control, often leading to feudalism or monarchy. Marx considered the traditional China, India, the Islamic world and the Roman Empire as example of intermediate societies. ഈ സമൂഹങ്ങൾ ജാതി വ്യവസ്ഥ പോലെ അധികാരം, സമ്പത്ത് അല്ലെങ്കിൽ പദവി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വർഗീകരണ സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നു. അവർ സാമൂഹിക നിയന്ത്രണത്തിലുള്ള നിയമങ്ങളും വികസിപ്പിക്കുന്നു. ഇത് പലപ്പോഴും ഫ്യൂഡലിസത്തിലേക്കോ രാജവാഴ്ചയിലേക്കോ നയിക്കുന്നു. പരമ്പരാഗത ചൈന, ഇന്ത്യ, ഇസ്ലാമിക ലോകം, റോമൻ സാമ്രാജ്യം എന്നിവയെ ഇന്റർമീഡിയറ്റ് സമൂഹങ്ങളുടെ ഉദാഹരണങ്ങളായിട്ട് മാർക്സ് കണക്കാക്കി. അടുത്തത് പറയുന്നത് മോഡേൺ സൊസൈറ്റീസിനെ കുറിച്ചാണ്. മോഡേൺ സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു പാഴ്സൺസ് ആർ a unique result of the West contribution shaped by the Industrial Revolution, the French Revolution and educational reforms. The Industrial Revolution brought new technology and changes in production, while the French Revolution introduced the idea of equality and democracy. വ്യവസായ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവവും വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളും എന്നിവയാൽ രൂപപ്പെട്ട പാശ്ചാത്യരുടെ സംഭാവനകളുടെ സവിശേഷമായ ഫലമാണ് പാഴ്സൺസ് പറയുന്നതിനനുസരിച്ച് ആധുനിക സമൂഹങ്ങൾ. വ്യാവസായിക വിപ്ലവം പുതിയ സാങ്കേതിക വിദ്യയും ഉൽപ്പാദനത്തിൻ്റെ മാറ്റങ്ങളും കൊണ്ടുവന്നപ്പോൾ ഫ്രഞ്ച് വിപ്ലവം സമത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ആശയങ്ങൾ അവതരിപ്പിച്ചു. വ്യവസായ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം പുതിയ പുതിയ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളും എന്നിവയുടെ ഒരു മിച്ച മൂല്യമാണ് എന്തെന്ന് പറയുന്നത് വ്യവസായികം, ആധുനിക സമൂഹങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വ്യവസായ വിപ്ലവത്തിൻ്റെ സാങ്കേതിക വിദ്യയുടെയും ഉൽപ്പാദനത്തിൻ്റെയും എല്ലാം ഒരു മാറ്റങ്ങളാണ് ഫ്രഞ്ച് വിപ്ലവം സമത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ആശയങ്ങൾ അവതരിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു സമത്വവും ഒരു സാങ്കേതിക വിദ്യയും ഒരു ഉയർച്ചയും എല്ലാം ഉൾക്കൊണ്ട ഒരു സംവിധാനമാണ് വികസനം എന്നാണ് പറയുന്നത്. എഡ്യൂക്കേഷൻ പ്ലേഡ് എ കീ റോൾ ഇൻ സ്പ്രെഡിങ് secular and liberal ideas. The main features of modern society as Parsons saw them
are the growth of universal laws, the development of money and banking systems, rational bureaucracy and the growth of democracy. മതേതര ലിബറൽ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ വിദ്യാഭ്യാസം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ആധുനിക സമൂഹത്തിൻ്റെ പ്രധാന സവിശേഷതകൾ പാഴ്സൺസ് കണ്ടതുപോലെ സാർവത്രിക നിയമങ്ങളുടെ വളർച്ചയും പണത്തിൻ്റെയും ബാങ്കിംഗ് സംവിധാനങ്ങളുടെയും വികസനം, യുക്തിസഹമായ ബ്യൂറോക്രസി, ജനാധിപത്യത്തിൻ്റെ വളർച്ച എന്നിവയാണ്. ഇതെല്ലാം കൂടി ഉൾപ്പെട്ടതാണ് ഒരു വികസനം. ഒരു വികസനം എന്നത് രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകണം. ഒപ്പം എല്ലാവർക്കും സമത്വവും സാഹോദര്യവും നിലനിൽക്കുന്നതും ആയിരിക്കണം എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ടാൽക്കോട്ട് പേഴ്സൻ്റെ പറയുന്നത്. നമ്മുടെ അടുത്ത സൈഡ് ഹെഡിങ് 105 ഡെവലപ്മെൻറ്റ് ആസ് ഗ്രോത്ത്, ചേഞ്ച് ആൻഡ് മോഡേണൈസേഷൻ. Development is often understood in different ways, but it generally involves progress in productivity, modernization, urbanization, and industrialization. It can mean producing more goods and services, changing society from traditional to modern systems, moving people from rural to urban areas, and shifting from farming to non-farming activities. വികസനം എന്നത് പൊതുവെ ഉൽപാദനക്ഷമത, ആധുനികവൽക്കരണം, നഗരവൽക്കരണം, വ്യവസായവൽക്കരണം എന്നിവയിലെ പുരോഗതിയെ ഉൾക്കൊള്ളുന്നതാണ്. കൂടുതൽ ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുക, പരമ്പരാഗത രീതികളിൽ നിന്ന് ആധുനിക സംവിധാനങ്ങളിലേക്ക് സമൂഹത്തെ മാറ്റുക, ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ആളുകളെ മാറ്റുക, കൃഷിയിൽ നിന്ന് കാർഷികേതര പ്രവർത്തനങ്ങളിലേക്ക് മാറ്റുക എന്നിവ അടങ്ങിയതാണ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു വികസനത്തിൻ്റെ മാറ്റങ്ങളായിട്ട് പറയുന്നത്. ദ കീ ഐഡിയാസ് അബൌട്ട് ഡെവലപ്മെൻറ്റ് ആസ് ഗ്രോത്ത്. ദിസ് refers to increasing the ability to meet basic human needs like food, shelter, health care, and education. It can also mean expanding choices, improving individuals' capabilities, and increasing opportunities. Growth is seen as positive and essential for progress. ഭക്ഷണവും പാർപ്പിടവും ആരോഗ്യ പരിരക്ഷയും വിദ്യാഭ്യാസം തുടങ്ങിയ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നതിനെയാണ് ഇവിടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പുകൾ വികസിപ്പിക്കുക, വ്യക്തിഗത കഴിവുകൾ മെച്ചപ്പെടുത്തുക, അവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവയും ഇതിന് അർത്ഥമാക്കാം. വളർച്ച പോസിറ്റീവായും പുരോഗതിക്ക് അനിവാര്യമായിട്ടും കാണുന്നുണ്ട്. അതായത് ഡെവലപ്മെൻറ്റ് ആസ് എ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളർച്ചയാണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലുമുള്ള വളർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പറയുന്നത് ഡെവലപ്മെൻറ്റ് ആസ് ചേഞ്ച് ആൻഡ് ട്രാൻസ്ഫർമേഷൻ. It involves changes in economic, social, political and cultural aspect of human life. മനുഷ്യ ജീവിതത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായിട്ടുള്ള വശങ്ങളിലെല്ലാം തന്നെ മാറ്റങ്ങൾ ഉൾപ്പെടുന്നതിനെയാണ് ചേഞ്ച് എന്ന് പറയുന്നത്. ചേഞ്ച് ആൻഡ് ട്രാൻസ്ഫർമേഷൻ, മാറ്റങ്ങൾ വരുന്നതിനെയാണ് അങ്ങനെ പറയുന്നത്. അടുത്തത് പറയുന്നത് ഡെവലപ്മെൻറ്റ് ആസ് മോഡേണൈസേഷൻ ഫോക്കസസ് ഓൺ ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ അഗ്രികൾച്ചർ. Politically, it means having more organized and efficient system of governance. ആധുനികവൽക്കരണം, വ്യാവസായികവൽക്കരണം, നഗരവൽക്കരണം, കാർഷിക മേഖലയിലെ സാങ്കേതിക പുരോഗതി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. രാഷ്ട്രീയമായി കൂടുതൽ സംഘടിതവും കാര്യക്ഷമവുമായ ഭരണ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുക എന്നതാണ് ഇതിനർത്ഥം. Socially, it involves moving away from traditions and focusing on individuals' achievements. Culturally, it promotes science, secularism, and education. Sometimes modernization is linked to westernization, where Western countries are seen as a model for others to follow. സാമൂഹികമായി പാരമ്പര്യങ്ങളിൽ നിന്ന് മാറി വ്യക്തിഗത നേട്ടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇതിലുൾപ്പെടുന്നു. സാംസ്കാരികമായി അത് ശാസ്ത്രം, മതേതരത്വം, വിദ്യാഭ്യാസം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ ആധുനികവൽക്കരണം പാശ്ചാത്യവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവിടെ പാശ്ചാത്യ രാജ്യങ്ങൾ മറ്റുള്ളവർക്ക് പിന്തുടരാനുള്ള മാതൃകയായിട്ടാണ് മുന്നിൽ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ആഫ്റ്റർ വേൾഡ് വാർ II, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. വേൾഡ് വാർ II, US പ്രസിഡന്റ് ഹാരി എസ് ട്രൂമൻ ഇൻട്രൊഡ്യൂസ്ഡ് ദ ഐഡിയ ഓഫ് ഡെവലപ്മെൻറ്റ് ടു ഹെൽപ്പ്
Underdeveloped areas improve their living conditions. This was aimed at sharing scientific and industrial advancement with the less developed region, promoting fairness and progress and moving away from the old ideas of imperialism and exploitation. Development was seen as the way to escape poverty and underdevelopment. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ശേഷം അവികസിത പ്രദേശങ്ങളെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതിന് വികസനം എന്ന ആശയം US പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ അവതരിപ്പിച്ചു. വികസിത പ്രദേശങ്ങളുമായി ശാസ്ത്രീയവും വ്യാവസായികവുമായ മുന്നേറ്റങ്ങൾ പങ്കിടാനും നീതിയും പുരോഗതിയും പ്രോത്സാഹിപ്പിക്കാനും സാമ്രാജ്യത്വത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും പഴയ ആശയങ്ങളിൽ നിന്ന് അകന്നു പോകാനും ഇത് ലക്ഷ്യമിടുന്നു. ദാരിദ്ര്യത്തിൽ നിന്നും അവികസിതാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ടാണ് വികസനത്തെ അദ്ദേഹം കണ്ടത്. ഡെവലപ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ്. ഡെവലപ്മെൻറ്റും അതിൻ്റെ ഇമ്പാക്റ്റുകളെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. Development is often seen as increasing productivity, economic growth, and expanding markets. On the other hand, underdevelopment is linked to poverty, low productivity, and being left behind. It was believed that economic growth was the quickest way to bring progress. Starting in the 1950s, there was a strong focus on industrialization and growing the economy, assuming it would improve social conditions. However, this approach caused several problems. ഇതിന് പലപ്പോഴും ഉൽപാദനക്ഷമത, സാമ്പത്തിക വളർച്ച, വിപണി വിപുലീകരിക്കൽ എന്നിവയായി കാണുന്നു. മറുവശത്ത് അവികസിതാവസ്ഥ, ദാരിദ്ര്യം, കുറഞ്ഞ ഉൽപാദനക്ഷമത, പിന്നോക്കാവസ്ഥ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വികസനവും അവികസിതാവസ്ഥയാണ് പറയുന്നത് കേട്ടോ. പുരോഗതി കൈവരിക്കുന്നതിനുള്ള ഏറ്റവും വേഗമേറിയ മാർഗമാണ് സാമ്പത്തിക വളർച്ചയെന്ന് വിശ്വസിക്കപ്പെട്ടു. 1950 മുതൽ വ്യവസായവൽക്കരണത്തിലും സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിലും ശക്തമായ ശ്രദ്ധ ഇത് ചെലുത്തി. അത് സാമൂഹ്യ സാഹചര്യങ്ങൾ മെച്ചപ്പെടുമെന്ന് കരുതി. എന്നിരുന്നാലും ഈ സമീപനം നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. തുടക്കത്തിൽ വികസനത്തിന് മാതൃകകൾ എല്ലാവർക്കും എതിർപ്പായിരുന്നു. മനുഷ്യൻ്റെ ചിന്താഗതി അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ കുറേ അധികം പ്രശ്നങ്ങൾ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് focus on industry over basic needs. Resources were used to support industries, sometimes ignoring basic needs like food and shelter. While it created new products and luxuries, it also caused pollution and overuse of natural resources, threatening in environment and human survival. വികസനത്തിൻ്റെ നേരിട്ട പ്രശ്നങ്ങളാണ് ഇവിടെ പറയുന്നത്. ചില സമയങ്ങളിൽ ഭക്ഷണം, പാർപ്പിടം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് വ്യവസായങ്ങളെ പിന്തുണയ്ക്കാൻ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അത് പുതിയ ഉൽപ്പന്നങ്ങളും ആഡംബരങ്ങളും സൃഷ്ടിക്കുമ്പോൾ അവിടെ അതിന് മലിനീകരണത്തിനും പ്രകൃതി വിഭവങ്ങളുടെ അമിത ഉപയോഗത്തിനും പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണത്തിനും കാരണമായി. ഭക്ഷണത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്തു? എതിർപ്പിന് കാരണമായി എന്ന് പറയാം. പരിസ്ഥിതിക്കും മനുഷ്യൻ്റെ നിലനിൽപ്പിനും പോലും അത് ഭീഷണിയായി. അടുത്ത് പറയുന്നത് ഇൻക്രീസ്ഡ് ഇനിക്വാളിറ്റി. എക്കണോമിക് ഗ്രോത്ത് ക്രിയേറ്റഡ് വെൽത്ത് but also widened the gap between the rich and the poor. Many people were left over progress, leading to poverty and exclusion. സാമ്പത്തിക വളർച്ച സമ്പത്ത് സൃഷ്ടിച്ചു, എന്നാൽ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം അവിടെ വർദ്ധിപ്പിച്ചു. നിരവധി ആളുകൾ പുരോഗതിയിൽ നിന്ന് പുറത്തായി ദാരിദ്ര്യത്തിലേക്കും ഒഴിവാക്കലിലേക്കും നയിച്ചു. ഒരു ഭാഗത്ത് ഒരുപാട് പേര് സമ്പന്നരായിക്കൊണ്ടിരിക്കുക, മറ്റൊരു ഭാഗത്ത് ഒരുപാട് പേര് ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. Gunther Frank called this the development of underdevelopment, as some religion advanced while others fell behind. Gunther Frank ഇതിനെ അവികസിത വികസനം എന്നാണ് വിശ്വസിച്ചത്. ചില പ്രദേശങ്ങൾ പുരോഗമിച്ചു, മറ്റുള്ളവർ പിന്നോട്ട് പോയി. അതായത് ചിലർ സമ്പന്നരാകുകയും ചിലർ ദരിദ്രരാകുകയും ചെയ്യുന്നതിനെ ഗുണ്ടർ ഫ്രാങ്ക് പറയുന്നത് അവികസിത രാജ്യങ്ങൾ എന്ന് തന്നെയാണ്. എല്ലാവരും ഒരുമിച്ച് വികസിക്കുമ്പോഴാണ് ആ രാജ്യം വികസിത രാജ്യമാണ് എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യയെ പോലെ. Wealth concentration and global inequality. Economic growth increased wealth for some but led to disparities in its distribution. The focus on wealth and markets weakened the welfare system and gave the military more influence in politics and economics. സാമ്പത്തിക വളർച്ച ചിലർക്ക് സമ്പത്ത് വർദ്ധിപ്പിച്ചെങ്കിലും അതിൻ്റെ വിതരണത്തിൽ അസമത്വത്തിലേക്ക് അത് നയിച്ചു.
സമ്പത്തിലും വിപണിയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ക്ഷേമ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുകയും രാഷ്ട്രീയത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും സൈന്യത്തിന് കൂടുതൽ സ്വാധീനം നൽകുകയും ചെയ്തു. നമ്മുടെ വികസനത്തിൽ തന്നെ മറ്റൊരാൾ പരമാധികാരം ചുമത്തുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ദിസ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ഡസൻ സോൾവ് ദ ബ്രോഡർ ഇഷ്യൂ ഓഫ് പോവർട്ടി. സമ്പത്തിൻ്റെ ഈ ഒരു കേന്ദ്രീകരണം ദാരിദ്ര്യത്തിന് വിശാലമായ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ചലഞ്ചസ് ഓഫ് അടുത്ത് പറയുന്നത് 4ാമത്തെ പോയിന്റ് പറയുന്നത് ചലഞ്ചസ് ഫോർ പുവർ നേഷൻ. എക്കണോമിക് മോഡൽസ് യൂസ്ഡ് ഇൻ വെൽത്തി കൺട്രീസ് don't work well for poorer nations. A free market often included poor peoples and worsening poverty instead of solving it. സമ്പന്ന രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന സാമ്പത്തിക മാതൃകകൾ ദരിദ്ര രാജ്യങ്ങൾക്ക് നന്നായിട്ട് പ്രവർത്തിക്കില്ല. ഒരു സ്വതന്ത്ര വിപണി പലപ്പോഴും ദരിദ്രരെ ഒഴിവാക്കുന്നുണ്ട്. ദാരിദ്ര്യം പരിഹരിക്കുന്നതിന് പകരം അത് കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നത്. ഒരു സാമ്പത്തിക രാജ്യങ്ങളുടെ മാതൃക ഒരിക്കലും ഒരു ദരിദ്രമായിട്ടുള്ള രാജ്യങ്ങൾക്ക് ചേരുന്നതല്ല എന്നാണ്. അവർക്ക് മറ്റൊരു രീതിയാണ് ചേരുന്നത്. ആ ഒരു രീതി ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദരിദ്രർ വീണ്ടും ദരിദ്രത്തിലേക്ക് പോവുകയും സമ്പത്തുള്ളവർ വീണ്ടും സമ്പത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് പറയുന്നത് അൺറിസോൾവ്ഡ് പ്രോബ്ലംസ്. റൈസിംഗ് ഇൻകം ഇൻ സം റീജിയൻ ഡോണ്ട് സോൾവ് ഇഷ്യൂസ് ലൈക്ക് പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, ഹൗസിംഗ് ഷോർട്ടേജസ് ഓഫ് ഫോറിൻ ഡെപ്റ്റ്. ദിസ് പ്രോബ്ലംസ് ക്യാൻ weaken national resources and led to long-term damage. ചില പ്രദേശങ്ങളിലെ വർദ്ധിച്ചു വരുന്ന വരുമാനം, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, ഭവനക്ഷാമം അല്ലെങ്കിൽ വിദേശ കടം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല. ഈ പ്രശ്നങ്ങൾ ദേശീയ വിഭവങ്ങളെ ദുർബലപ്പെടുത്തുകയും ദീർഘകാല നാശത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ദ നീഡ് ഫോർ ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ്. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എത്രത്തോളം ആവശ്യകതയുണ്ടെന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ഇതിൽ ഒരു ഹെഡിങ്ങിന് കീഴിൽ തന്നെ ഒരുപാട് കണ്ടൻറ്റുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കലും അങ്ങോട്ട് മാറിപ്പോകരുത്. ദ നീഡ് ഫോർ ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ്. ഇഫ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് സ്ട്രെസ്, ഇനിക്വാളിറ്റി ആൻഡ് ഡിസ്കണക്ഷൻ, it fails its purpose of improving humanity. However, we still need development to address issues like poverty, unemployment and lack of education. വികസന സമ്മർദ്ദം, അസമത്വം വിച്ഛേദിക്കൽ എന്നിവയ്ക്ക് കാരണമാകുന്നു. അത് മാനവികത മെച്ചപ്പെടുത്തുന്നതിനുള്ള അതിൻ്റെ ഉദ്ദേശത്തെ പരാജയപ്പെടുത്തുന്നു. എന്നിരുന്നാലും ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസമില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് ഇനിയും വികസനം ആവശ്യമാണ്. ഒരു ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. വികസന സമ്മർദ്ദവും അസമത്വവും എല്ലാം അവിടെ ഉണ്ടാകുന്നുണ്ട്. എങ്കിൽ പോലും ഈ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വിദ്യാഭ്യാസമില്ലായ്മയും എല്ലാം മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് വികസനം ആവശ്യമാണ് എന്നാണ് പറയുന്നത്. വി മസ്റ്റ് വർക്ക് ടുവേർഡ് പ്രൊവൈഡിങ് പീപ്പിൾ വിത്ത് ഓപ്പർച്യൂണിറ്റീസ് വൈൽ അവോയ്ഡിങ് ഹാംഫുൾ മെത്തേഡ്സ് ലൈക്ക് റിജിഡ് ഓർ ഇൻഹ്യൂമെൻ അപ്രോച്ചസ് ടു ചേഞ്ച് ത്രൂ ദ റിസൾട്ട് ഓഫ് ഡെവലപ്മെൻറ്റ്. സോ far are mixed, it still offer hope for solving long-standing issues of poverty and underdevelopment. ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള കർക്കശമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള സമീപനങ്ങൾ പോലുള്ള ദോഷകരമായ രീതികൾ ഒഴിവാക്കിക്കൊണ്ട് ആളുകൾക്ക് അവസരം നൽകുന്നതിനായി പ്രവർത്തിക്കണം. വികസനത്തിൻ്റെ ഇതുവരെയുള്ള ഫലങ്ങൾ സമ്മിശ്രമാണെങ്കിലും ദാരിദ്ര്യത്തിൻ്റെയും അവികസിത അവസ്ഥയുടെയും ദീർഘകാല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പ്രതീക്ഷകൾ ഇപ്പോൾ വികസനം നൽകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അടുത്തത് പറയുന്നത് ലെറ്റ്സ് എക്സ്പ്ലോർ ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അടുത്തത് എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽസിനെ കുറിച്ചാണ് പറയുന്നത്. വികസനത്തിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള മോഡലുകൾ ആണ് അടുത്തത് പറയുന്നത് കേട്ടോ. അടുത്ത സൈഡ് ഹെഡിങ് ആണ് 106 ക്യാപിറ്റലിസ്റ്റ്, സോഷ്യലിസ്റ്റ് ആൻഡ് തേർഡ് വേൾഡ് മോഡൽസ് ഓഫ് ഡെവലപ്മെൻറ്റ്. Economic development has always been an important focus for modern governments. However, the way countries approach development depends on their political ideologies and power structures, which vary widely. This has led to different models of economic development around the world. ആധുനിക ഗവൺമെൻറ്റുകൾക്ക് എല്ലായ്പ്പോഴും സാമ്പത്തിക വികസനം ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമാണ്. എന്നിരുന്നാൽ കൂടി രാജ്യങ്ങൾ വികസനത്തെ സമീപിക്കുന്ന രീതി
അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെയും അധികാരഘടനയെയും ആശ്രയിച്ചിരിക്കുന്നു. അവ വ്യാപകമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇത് ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വികസനത്തിൻ്റെ വ്യത്യസ്ത മാതൃകകളിലേക്ക് നയിച്ചു. അതിന് ഗവൺമെൻറ്റിന് സമ്പത്ത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം പെട്ടെന്ന് സമ്പത്തുണ്ടാകുന്ന ഒരു ഘടന എല്ലാ സമൂഹങ്ങളിലും ഉപയോഗിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. കാരണം ഓരോ സമൂഹത്തിലും വ്യത്യസ്ത കാര്യങ്ങളാണ് മുന്നോട്ട് നിൽക്കുന്നത്. അവരുടെ രാഷ്ട്രീയപരമായിട്ടും അതുപോലെ പ്രത്യയശാസ്ത്രങ്ങളെയും മാനിക്കുന്ന രീതിയിലായിരിക്കണം അവരുടെ സാമ്പത്തിക വികസന നയങ്ങൾ രൂപീകരിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ സാമ്പത്തിക ഘടനയും ഓരോ സമൂഹങ്ങളിലും വികസന മാതൃകകൾ വ്യത്യസ്തമായിരിക്കും എന്നാണ് പറയുന്നത്. അതൊക്കെയാണ് നമ്മളിനി നോക്കുന്നത്. ഡെവലപ്മെൻറ്റ് മോഡൽസ് ആഫ്റ്റർ വേൾഡ് വാർ II. വേൾഡ് വാറിന് ശേഷമുള്ള സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള ഡെവലപ്മെൻറ്റ് മോഡൽസിനെ കുറിച്ച്, രൂപീകരിച്ച ഡെവലപ്മെൻറ്റ് മോഡൽസിനെ കുറിച്ചാണ് പറയുന്നത്. ആഫ്റ്റർ വേൾഡ് വാർ II, ഗ്ലോബൽ ഇവൻറ്റ്സ് ലൈക്ക് ഡീകോളനൈസേഷൻ, റീബിൽഡിംഗ് എക്കണോമീസ് ആൻഡ് ദ കോൾഡ് വാർ ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് until the late 1970s. Countries were divided into 3 categories based on their development models. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ശേഷം അപകോളനിവൽക്കരണം, അതായത് കോളനികളൊക്കെ ഇല്ലാതാക്കുക, എല്ലാവരും സ്വതന്ത്രമാക്കുക എന്നുള്ള ലക്ഷ്യം, സമ്പദ് വ്യവസ്ഥയുടെ പുനർനിർമ്മാണം, ശീതയുദ്ധം തുടങ്ങിയ ആഗോള സംഭവങ്ങൾ 1970കളുടെ അവസാനം വരെ വികസന തന്ത്രങ്ങളെ വളരെയധികം സ്വാധീനിച്ചു. വികസന മാതൃകകളെ അടിസ്ഥാനമാക്കി രാജ്യങ്ങളെ 3 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചു. ഫസ്റ്റ് വേൾഡ്, അതിലൊന്നാമത്തത് ദ ഫസ്റ്റ് വേൾഡ് ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ്, അതായത് എക്സാമ്പിൾ പറയുന്നത് വെസ്റ്റേൺ യൂറോപ്പ്, നോർത്ത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ്, അതായത് ക്യാപിറ്റലിസ്റ്റ് മാതൃകയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് മോഡൽ. സെക്കൻഡ് പറയുന്നത് സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കൺട്രീസ്. സോഷ്യലിസത്തെയും സോഷ്യലിസം അല്ലെങ്കിൽ കമ്മ്യൂണിസം അതുമായി ബന്ധപ്പെട്ടുള്ള ഇക്വാളിറ്റിയെ രൂപം കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് സെക്കൻഡ് വേൾഡിൽ അവർ സ്വീകരിച്ചത്. അടുത്തത് പറയുന്നത് തേർഡ് വേൾഡ് ഡെവലപ്പിംഗ് കൺട്രീസ് വിത്ത് യുണീക്ക് ചലഞ്ചസ്. അതിലൊക്കെയാണ് നമ്മുടെ ഇന്ത്യ പെടുന്നത്. ഡെവലപ്പിംഗ് കൺട്രീസ് വിത്ത് യുണീക്ക് ചലഞ്ചസ്, ഡെവലപ്പ് ചെയ്യുന്ന കൺട്രീസാണ്, വികസിച്ചുകൊണ്ടിരിക്കുന്ന കൺട്രീസാണ് വിത്ത് യുണീക്ക് ചലഞ്ചസ്. അവർക്ക് ഒരുപാട് ചലഞ്ചസുകൾ ആ ഒരു സമൂഹങ്ങൾ നേരിടേണ്ടി വരും. കാരണം ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ത്യയൊക്കെ ഒരുപാട് സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന, ഒരുപാട് പൈതൃകങ്ങൾ ഉൾക്കൊള്ളുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റെവിടങ്ങളെയും പോയാൽ പെട്ടെന്ന് ഒരു വികസന മാതൃക, പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളൊരു പരിപാടി ഇന്ത്യയിൽ നടപ്പുള്ളതല്ല. എല്ലാ ഭാഗങ്ങളിലും അതെത്തുകയും എല്ലാവരുടെയും രാഷ്ട്രീയ ചിന്തകളുമായിട്ട് അത് ഒത്തുപോവുകയും വേണം എന്നാണ് പറയുന്നത്. ഇത്തരം 3 കാറ്റഗറീസാണ്, അതായത് 3 മോഡൽസ് ഓഫ് ഡെവലപ്മെൻറ്റാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതിൽ ക്യാപിറ്റലിസ്റ്റ് മോഡലാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, അതിനെക്കുറിച്ചാണ് ഇനി നോക്കുന്നത്. ഫസ്റ്റ് വൺ, ക്യാപിറ്റലിസ്റ്റ് മോഡൽ ഫോക്കസസ് ഓൺ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് ബിസിനസ്. വസ്തുവകകളുടെയും ബിസിനസ്സിൻ്റെയും സ്വകാര്യ ഉടമസ്ഥതയിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ദ എക്കണോമി ഓപ്പറേറ്റ്സ് വിത്ത് മിനിമൽ ഗവൺമെൻറ് കൺട്രോൾ ആൻഡ് റിലീസ് ഓൺ ഫ്രീ കോമ്പറ്റീഷൻ. സമ്പദ് വ്യവസ്ഥ ഏറ്റവും കുറഞ്ഞ സർക്കാർ നിയന്ത്രണത്തോടെ പ്രവർത്തിക്കുകയും സ്വതന്ത്ര മത്സരത്തെ ആശ്രയിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം സ്വകാര്യ വ്യക്തികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഒരിക്കലും ഗവൺമെൻറ് അവരുടെ ഇടപെടലുകൾക്ക് ഇടയിലൂടെ പോയിട്ട് അവരെ നിയന്ത്രിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് മോഡേണൈസേഷൻ ആർ കീ ഗോൾസ് സപ്പോർട്ടഡ് ബൈ ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ദ ഇയർലി സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്. വ്യാവസായികവൽക്കരണവും ആധുനികവൽക്കരണമാണ് പ്രധാന ലക്ഷ്യമായിട്ട് അവർ കണ്ടത്. വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? സർക്കാർ നിക്ഷേപങ്ങൾക്ക് പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. റൂറൽ വർക്കേഴ്സ് ആർ എൻകറേജ്ഡ് ടു മൂവ് ടു അർബൻ ഏരിയാസ് ഫോർ ബെറ്റർ ജോബ്സ് ഇൻ ഇൻഡസ്ട്രീസ്. വ്യവസായങ്ങളിലെ മെച്ചപ്പെട്ട ജോലികൾക്കായിട്ട് നഗരപ്രദേശങ്ങളിലേക്ക് മാറാൻ ഗ്രാമീണ തൊഴിലാളികളെ അവർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ യൂസ്ഡ് ടു ഫണ്ട് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. വ്യാവസായിക വളർച്ചയ്ക്ക് ധനസഹായം നൽകാൻ ആഭ്യന്തര വിദേശ നിക്ഷേപങ്ങൾ അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നു. തൻ്റെ രാജ്യത്തെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് എന്തു ചെയ്യുന്നു?
ധനസഹായം നൽകാൻ ആഭ്യന്തര വിദേശ ഗവൺമെൻറ്റുകളൊക്കെ അവരെ സഹായിക്കുന്നു, അവർക്ക് വേണ്ടിയിട്ട് നിക്ഷേപങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞത്. അടുത്ത നമ്മളൊരു മോഡൽ വന്നത് സെക്കൻഡ് വേൾഡിൽ പറഞ്ഞ സോഷ്യലിസ്റ്റ് മോഡലാണ്. അതെന്താണെന്ന് നോക്കാം. ഒപ്പോസസ് പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് ബിസിനസ്. ദ സ്റ്റേറ്റ് ഓൺസ് all means of production and controls the economy through centralized planning. വസ്തുവകകളുടെയും ബിസിനസ്സുകളുടെയും സ്വകാര്യ ഉടമസ്ഥതയെ അവർ എതിർക്കുന്നു. സംസ്ഥാനത്തിന് എല്ലാ ഉൽപ്പാദനോപാധികളും സ്വന്തമായിട്ടുണ്ട്. കേന്ദ്രീകൃത ആസൂത്രണത്തിലൂടെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നു. വസ്തുവകകളുടെയും പ്രൊഡക്ഷൻ്റെയും എല്ലാ ഉത്തരവാദിത്വവും സോഷ്യലിസ്റ്റ് മോഡലിലെ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. സ്വകാര്യ വ്യക്തികൾക്ക് യാതൊരു തരത്തിലും അത് ഇടപെടാനുള്ള ഒരു അവസരം അവർ നൽകുന്നില്ല. അവർ തന്നെയാണ് പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. അതിൻ്റെ ലാഭത്തിൽ അവർക്ക് ലാഭവിഹിതം നൽകുകയാണ് ചെയ്യുന്നത്. ഫോക്കസസ് ഓൺ ബോത്ത് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എമംഗ് ഓൾ സിറ്റിസൺസ്. പബ്ലിക് എൻ്റർപ്രൈസസ് മാനേജ്ഡ് ബൈ ദ ഗവൺമെൻറ് പ്ലേ എ മേജർ റോൾ ഇൻ ദ എക്കോണമി. സാമ്പത്തിക വളർച്ചയിലും എല്ലാ പൗരന്മാർക്കിടയിലും സമ്പത്തിൻ്റെ തുല്യ വിതരണത്തിലും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ തൻ്റെ ഗവൺമെൻറ് കീഴിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അവർ തുല്യമായിട്ട് എന്ത് ചെയ്യുന്നു? സമ്പത്തിനെ വിതരണം ചെയ്യുന്നു. സർക്കാർ നിയന്ത്രിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ സമ്പദ് വ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. ദ കീ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ മോഡൽസ്. നമ്മൾ പറഞ്ഞിട്ടുള്ള ക്യാപിറ്റലിസ്റ്റ് മോഡലിൻ്റെയും സോഷ്യലിസ്റ്റ് മോഡലിൻ്റെയും പ്രധാനപ്പെട്ട കീ ഡിഫറൻസിനെ കുറിച്ചാണ് പറയുന്നത്. ക്യാപിറ്റലിസ്റ്റ് മോഡൽ പ്രൊമോട്ട്സ് ഇൻഡിവിജ്വൽ ഓണർഷിപ്പ് ആൻഡ് ഫ്രീ മാർക്കറ്റ്സ് ബട്ട് ക്യാൻ ലീഡ് ടു ഇനിക്വാളിറ്റി. മുതലാളിത്ത മാതൃക വ്യക്തിഗത ഉടമസ്ഥതയെയും സ്വതന്ത്ര വിപണിയെയും പ്രോത്സാഹിപ്പിക്കുന്നു, പക്ഷേ അസമത്വത്തിലേക്ക് അത് നയിച്ചേക്കാം. കാരണം അവിടെ ഇക്വാളിറ്റി ഇല്ല. ബിസിനസ് ചെയ്തവർ സമ്പത്ത് കൊയ്യുന്നു, മറ്റുള്ളവരൊക്കെ പാപ്പരാസികളായിട്ട് പോവുകയും ചെയ്യുന്നു. ദ സോഷ്യലിസ്റ്റ് മോഡൽ എംഫസൈസസ് ഇക്വാളിറ്റി ആൻഡ് ഗവൺമെൻറ് കൺട്രോൾ ബട്ട് ലിമിറ്റ്സ് പ്രൈവറ്റ് എൻ്റർപ്രൈസ്. സോഷ്യലിസ്റ്റ് മാതൃക സമത്വത്തിനും സർക്കാർ നിയന്ത്രണത്തിനും ഊന്നൽ നൽകുന്നു, എന്നാൽ സ്വകാര്യ സംരംഭങ്ങളെ അവർ പരിമിതപ്പെടുത്തുന്നു. അതായത് സ്വകാര്യ വ്യക്തികളെ അവർ കൂടുതൽ കൈകടത്താൻ, ബിസിനസ്സിലേക്കും ഡെവലപ്മെൻറ്റിലേക്കും കൈകടത്താൻ, വ്യവസായത്തിലേക്കും കൈകടത്താൻ അവർ അനുവദിക്കുന്നുമില്ല. The third world refers to newly independent countries in Asia, Africa and Latin America that were once colony and are still industrial underdevelopment. These nations are stuck between the ideologies of capitalist and socialist countries. അടുത്തത് മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് തേർഡ് വേൾഡിൻ്റെ ഡെവലപ്മെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ ഒരു കാലത്ത് കോളനി ആയിരുന്നതും ഇപ്പോഴും വ്യാവസായികമായിട്ട് അവികസിതവുമായ പുതിയ സ്വതന്ത്ര രാജ്യങ്ങളെ മൂന്നാം ലോകം സൂചിപ്പിക്കുന്നു. ഈ രാഷ്ട്രങ്ങൾ മുതലാളിത്ത സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഏഷ്യയിൽ, ആഫ്രിക്കയിൽ, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ ഒരു കാലത്ത് കോളനി ആയിരുന്നു. ഇപ്പോഴും വ്യാവസായികമായിട്ടും അവികസിതവുമായ, അതായത് കാര്യമായിട്ട് ഡെവലപ്മെൻറ്റ്സ് ഒന്നും വരാത്ത സ്വതന്ത്ര രാജ്യങ്ങൾ ഈ മൂന്നാം ലോകത്തെ സൂചിപ്പിക്കുന്നു. ഇപ്പോഴും കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വരാത്ത, ഡെവലപ്മെൻറ്റ്സ് ഒന്നും വരാത്ത സ്വതന്ത്രമാക്കപ്പെട്ട രാജ്യങ്ങളെയാണ് ഈ ഒരു മൂന്നാം ലോകം തേർഡ് വേൾഡ് കൺട്രീസിനെ സൂചിപ്പിക്കുന്നത്. ഈ രാജ്യങ്ങൾ എന്തായിപ്പോയി? മുതലാളിത്ത സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതായത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും തമ്മിലുള്ള മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇവർ ഇതിനിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. വികസനം കിട്ടാതെ അതിനിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് പറയുന്നു. ക്യാരക്ടറിസ്റ്റിക് ഓഫ് തേർഡ് വേൾഡ് കൺട്രീസ്. ദേ ഹാവ് ഡിഫറെൻറ്റ് സോഷ്യൽ, cultural and political system as well as varying histories and levels of development. Most of these countries are economically and technologically underdeveloped. അവർക്ക് വ്യത്യസ്തമായ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായ ചരിത്രങ്ങളും വികസനത്തിൻ്റെ തലങ്ങളും ഈ രാജ്യങ്ങളിൽ ഭൂരിഭാഗം സാമ്പത്തികമായും സാങ്കേതികമായിട്ടും അവികസിതമാണ്, വികസിക്കാതെ തന്നെ കിടക്കുകയാണ്. ദേ ആർ വർക്കിംഗ് ഓൺ ബിൽഡിംഗ് ദെയർ നേഷൻസ് ആൻഡ് റാപ്പിഡ്ലി ട്രാൻസ്ഫോമിംഗ് ദെയർ സൊസൈറ്റീസ് ഇൻ ദ പോസ്റ്റ് കൊളോണിയൽ പീരീഡ്. കൊളോണിയലിന് ശേഷമുള്ള കാലഘട്ടത്തിൽ അവരുടെ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും അവരുടെ സമൂഹങ്ങളെ അതിവേഗം പരിവർത്തനം ചെയ്യുന്നതിനും അവർ പ്രവർത്തിക്കുന്നുണ്ട്.
എന്നാണ് പറയുന്നത്. ഡെവലപ്മെൻറ്റ് അപ്രോച്ചസ്. തേർഡ് വേൾഡ് കൺട്രീസ് ഹാവ് ട്രൈഡ് ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ അഡോപ്റ്റഡ് എ മിക്സ്ഡ് എക്കണോമി കമ്പൈനിങ് ആസ്പെക്ട് ഓഫ് ബോത്ത് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് സിസ്റ്റം. മൂന്നാം ലോക രാജ്യങ്ങൾ വികസനത്തിൻ്റെ വിവിധ മാതൃകകൾ പരീക്ഷിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മുതലാളിത്ത സോഷ്യലിസ്റ്റ് വ്യവസ്ഥകളുടെ വശങ്ങൾ സംയോജിപ്പിച്ച് ഇന്ത്യ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്. 1950s development was viewed in terms of social, cultural and political changes. Aligning with the ideas of modernization, modernization theory was linked to both capitalist and socialist systems. And many third world countries pursued modernization with mixed result. 1950കളിൽ വികസനം സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയമായ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ആധുനികവൽക്കരണം എന്ന ആശയമായിട്ട് യോജിച്ചു. ആധുനികവൽക്കരണ സിദ്ധാന്തം മുതലാളിത്ത സോഷ്യലിസ്റ്റ് സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവയാണ്. കൂടാതെ പല മൂന്നാം ലോക രാജ്യങ്ങളും സമ്മിശ്ര ഫലങ്ങളോടെ ആധുനികവൽക്കരണം പിന്തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു മിക്സ്ഡ് എക്കണോമി പിന്തുടരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഡിപ്പെൻഡൻസി തിയറി. Dependency theorists argue that unequal economic relationships have made third world countries dependent on wealthier nations in the north, like Western Europe and North America, for capital, technology and market. അസമമായ സാമ്പത്തിക ബന്ധങ്ങൾ മൂന്നാം ലോക രാജ്യങ്ങളെ മൂലധനം, സാങ്കേതിക വിദ്യ, കമ്പോളങ്ങൾ എന്നിവയ്ക്കായി വടക്കൻ പടിഞ്ഞാറൻ യൂറോപ്പ് രാജ്യങ്ങളെ, അതായത് സമ്പന്നമായ രാജ്യങ്ങളെ ആശ്രയിക്കാൻ ഇടയാക്കിയെന്ന് ഈ ഒരു ഡിപ്പെൻഡൻസി തിയറിയിൽ വാദിക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു ഗുണ്ടർ ഫ്രാങ്ക്, ദ ഇൻഫ്ലുവൻസ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ഹാസ് ഇൻക്രീസ്ഡ് ദിസ് ഡിപ്പെൻഡൻസി. ഗുണ്ടർ ഫ്രാങ്കിൻ്റെ അഭിപ്രായത്തിൽ മുതലാളിത്ത രാജ്യങ്ങളുടെ സ്വാധീനം ഈ ആശ്രിതത്വം വർദ്ധിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഈ മുതലാളിത്ത രാജ്യങ്ങളുടെ സ്വാധീനം, അവരുടെ ഗുഡ്സ് അല്ലെങ്കിൽ അവരുടെ വികസനത്തിന് ഏറ്റവും കൂടുതൽ ഈ ഒരു തേർഡ് വേൾഡ് കൺട്രീസാണ് വികസനങ്ങൾക്കുള്ള ഒരു ശ്രദ്ധാകേന്ദ്രം എന്ന് പറയും. കാരണം നമ്മൾ അവരെ ആശ്രയിക്കുന്നത് കൊണ്ട് അവർക്ക് അവിടെ ലാഭം കൊയ്യാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. സിൻസ് ദ 198s there have been serious doubts about the major theories of development. Leftist development strategies were mostly credited after the collapse of communism. Western capitalist models were also criticized for failing to deliver the benefits they promised. 1980കൾ മുതൽ വികസനത്തിൻ്റെ പ്രധാന സിദ്ധാന്തങ്ങളെക്കുറിച്ച് ഗുരുതരമായ സംശയങ്ങളുണ്ടായിരുന്നു. കമ്മ്യൂണിസത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇടതുപക്ഷ വികസന തന്ത്രങ്ങൾ ഏറെക്കുറെ അപകീർത്തിപ്പെട്ടു. പാശ്ചാത്യ മുതലാളിത്ത മോഡലുകളും അവർ വാഗ്ദാനം ചെയ്ത ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെട്ടതിന് വിമർശിക്കപ്പെടുകയും ചെയ്തു. സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ആസ്പെക്ട് ഓഫ് ഡെവലപ്മെൻറ്റ്, ഈ ഒരു ചിന്താഗതി ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഡെവലപ്മെൻറ്റിൻ്റെ സാമൂഹികവും മാനുഷികവുമായിട്ടുള്ള വശങ്ങളെക്കുറിച്ചാണ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ അടുത്ത സൈഡ് ഹെഡിങ് വരുന്നത് 107 ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡയമെൻഷൻ. ഈ ഒരു ഭാഗത്ത് ഒരുപാട് കണ്ടന്റുകൾ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. മിസ്സാക്കണ്ടല്ലോ, നമുക്കൊരു കണ്ടന്റ് മിസ്സാക്കണ്ട. ഓക്കെ, traditional views on development focus mainly on economic growth, which is measured by an increase in the gross national product (GNP) on per capita income. In this view, development is seen as the growth of goods and services with the expectation that the benefit would eventually reach everyone in society through a trickle-down effect. However, this approach has not led to the expected result, especially in developing countries. വികസനത്തിൻ്റെ പരമ്പരാഗത വീക്ഷണങ്ങൾ പ്രധാനമായും സാമ്പത്തിക വളർച്ചയിൽ തന്നെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇത് മൊത്തമായി ദേശീയോൽപാദനം (GNP) അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനത്തിൻ്റെ വർധനവ് കണക്കാക്കുന്നു. ഈ വീക്ഷണത്തിൽ വികസനം ചരക്കുകളുടെയും സേവനങ്ങളുടെയും വളർച്ചയായാണ് കാണുന്നത്. പ്രയോജനങ്ങൾ ട്രിക്കിൾ ഡൗൺ എഫക്റ്റിലൂടെ സമൂഹത്തിലെ എല്ലാവരിലും എത്തുമെന്ന പ്രതീക്ഷ. ഈ ട്രിക്കിൾ ഡൗൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യതയാണ് കേട്ടോ, പ്രതീക്ഷയോടെ. എന്നിരുന്നാലും ഈ ഒരു സമീപനം പ്രതീക്ഷിച്ച ഫലങ്ങളിലേക്ക് നയിച്ചില്ല, പ്രത്യേകിച്ച് വികസ്വര രാജ്യങ്ങൾ. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സർക്കാർ വലിയ കമ്പനികൾക്ക് ടാക്സ് ഇളവ് നൽകുന്ന ഒരു നയം നടപ്പിലാക്കി. അതിൻ്റെ ലക്ഷ്യം ഈ കമ്പനികൾക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കുകയും അതിൻ്റെ ഒരു ഭാഗം തൊഴിലാളികൾക്ക് വർദ്ധിച്ച ശമ്പളമായിട്ട് നൽകുകയും ചെയ്യുന്നു എന്നതിലാണ്. പുതിയ തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ വഴി സാധാരണക്കാരിലേക്ക് എത്തുകയും ചെയ്യും എന്നുള്ളതിലാണ്
എന്നുള്ളത് കൊണ്ടാണ് ആ സർക്കാർ എന്ത് ചെയ്തത്, ആ കമ്പനിക്ക് വലിയ അളവിൽ ടാക്സ് ഇളവ് നൽകുന്നത്. പക്ഷേ ഇതെന്ത് ചെയ്യുന്നു, തൊഴിലാളികൾക്ക് എന്നും ആ പരിമിതമായ ശമ്പളവും അതുപോലെ തന്നെ സാധാരണക്കാർക്ക് ആ ഗുഡ്സ്, അതായത് ഉൽപ്പന്നങ്ങൾ വില കുറവില്ലാതെ വിലയിൽ തന്നെ നൽകുകയും ചെയ്യുന്നു. കാരണം അതിന് യാതൊരു ഉപകാരങ്ങളും മറ്റുള്ളവർക്ക് കിട്ടുന്നില്ല, എല്ലാം ആ ഒരു മുതലാളിമാർക്ക് തന്നെയാണ് പോകുന്നതെന്നാണ് പരാമർശം പറയുന്നത്. റീസെൻറ്റ് ട്രെൻഡ്സ് നൗ, ഈ അടുത്ത കാലത്തായിട്ട് കാണപ്പെടുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഹൈ GNP ഗ്രോത്ത്, ഫാസ്റ്റ് ഗ്രോയിങ് ഡെവലപ്മെൻറ്റ് കൺട്രീസ് ഹാസ് നോട്ട് റെഡ്യൂസസ് പോവർട്ടി ഫോർ ലാർജ് പാർട്സ് ഓഫ് ദയർ പോപ്പുലേഷൻ. അതിവേഗം വളരുന്ന വികസ്വര രാജ്യങ്ങളിൽ ഉയർന്ന GNP വളർച്ച അവരുടെ ജനസംഖ്യയുടെ വലിയൊരു ഭാഗത്തിൻ്റെ ദാരിദ്ര്യം കുറച്ചിട്ട് പോലും ഇല്ല എന്നാണ് പറഞ്ഞത്. ഒരുപാട് പ്രൊഡക്ടിവിറ്റി ഉണ്ടായിട്ട് പോലും ഒരു ഭാഗത്ത് ദാരിദ്ര്യം അനുഭവിക്കുന്ന കുറേ പേരുണ്ടെന്നാണ് പറയുന്നത്. കാരണം എല്ലാവർക്കും ഈ ട്രിക്കിൾ ഡൗൺ, എല്ലാവർക്കും ഒരുപോലെ അതിൻ്റെ ഉപകാരങ്ങൾ കിട്ടുന്നില്ല. ഹൈ ഇൻകംസ് ഇൻ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് ഹാവ് നോട്ട് സ്റ്റോപ്പ്ഡ് സോഷ്യൽ ഇഷ്യൂസ് ലൈക്ക് ഡ്രഗ് അഡിക്ഷൻ, ആൽക്കഹോളിസം, എയ്ഡ്സ്, ഹോംലെസ്നെസ്, വയലൻസ് ആൻഡ് ഫാമിലി ബ്രേക്ക് ഡൗൺ. വ്യാവസായിക രാജ്യങ്ങളിലെ ഉയർന്ന വരുമാനം മയക്കുമരുന്നിൻ്റെ ആസക്തിയും മയക്കുമരുന്നിൻ്റെ അഡിക്ഷനും മദ്യപാനവും എയ്ഡ്സ്, ഭവനരഹിതരുടെയും അക്രമങ്ങളും കുടുംബ തകർച്ച തുടങ്ങിയ സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അവർ അതിനൊന്നും തടയിടാൻ പോയിട്ടില്ല എന്നാണ് പറയുന്നത്. സം ലോ ഇൻകം കൺട്രീസ് ഹാവ് ഷോൺ ദാറ്റ് ഇറ്റ് ഈസ് പോസിബിൾ ടു അച്ചീവ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ബൈ യൂസിങ് അവൈലബിൾ റിസോഴ്സസ് വൈസ്ലി ടു ഇംപ്രൂവ് ബേസിക് ഹ്യൂമൻ നീഡ്സ് ആൻഡ് എബിലിറ്റീസ്. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളും കഴിവുകളും മെച്ചപ്പെടുത്തുന്നതിന് ലഭ്യമായ വിഭവങ്ങളുടെ വിവേകത്തോടെ ഉപയോഗിക്കുന്നതിലൂടെ മാനവ വികസനം കൈവരിക്കാൻ കഴിയുമെന്ന് ചില താഴ്ന്ന വരുമാനമുള്ള രാജ്യങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. Given these points, there has been a shift in how development is understood. While economic growth is still seen as important, it should be viewed as a way to improve people's choices and well-being, not the final goal. ഈ പോയിന്റുകൾ കണക്കിലെടുക്കുമ്പോൾ വികസനം എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിൽ ഒരു മാറ്റം സംഭവിച്ചു. സാമ്പത്തിക വളർച്ച ഇപ്പോഴും പ്രധാനമായി കാണുമ്പോൾ അത് ജനങ്ങളുടെ തിരഞ്ഞെടുപ്പുകളുടെ ക്ഷേമവും മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗമായിട്ട് കാണണം എന്നതാണ് പറയുന്നത്. ജനങ്ങളുടെ ഇഷ്ടങ്ങളും ജനങ്ങളുടെ ഒരു മൈൻഡിനെയും ക്ഷേമത്തെയും മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗമായിട്ട് കാണണം. സാമ്പത്തിക വളർച്ച മാത്രമല്ല അന്തിമ ലക്ഷ്യം എന്നാണ് പറയുന്നത്. അതിൽ ഒന്ന് പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, അടുത്തൊരു സബ് പോയിൻ്റായിട്ട് പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ആണ്. കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, അതിൽ നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്. ആ ബോക്സിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറഞ്ഞ ബോക്സ് 102, ഹ്യൂമൻ അപ്രോച്ച് ടു ഡെവലപ്മെൻറ്റ്. Human approach to development. The human development approach is different from traditional development ideas like economic growth, human capital formation, human resources development, human welfare and basic human നീഡ്സ്. സാമ്പത്തിക വളർച്ച, മാനവ മൂലധന രൂപീകരണം, മാനവ വിഭവശേഷി വികസനം, മനുഷ്യക്ഷേമം, അടിസ്ഥാന മനുഷ്യ ആവശ്യങ്ങൾ തുടങ്ങിയ പരമ്പരാഗത വികസന ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് മാനവ വികസനത്തിൻ്റെ സമീപനം എന്ന് പറയുന്നത്. എക്കണോമിക് ഗ്രോത്ത്, ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അതായത് എക്കണോമിക് ഗ്രോത്ത് ഇമ്പോർട്ടൻറ്റ് ബട്ട് ഇറ്റ്സ് നോട്ട് എനഫ് ഓൺ ഇറ്റ്സ് own for true human development. The idea of human capital formation and human resources development treat people as tools to achieve development, not as the ultimate goal. They focus mainly on the supply side. സാമ്പത്തിക വളർച്ച, അതായത് ഉൽപ്പാദനത്തിൻ്റെ വർധനവ് പ്രധാനമാണ്. എന്നാൽ യഥാർത്ഥ മനുഷ്യ വികസനത്തിന് അത് പര്യാപ്തമല്ല, അത് മതിയാവുന്നതല്ല എന്നാണ് പറയുന്നത്. മാനവ മൂലധന രൂപീകരണത്തിൻ്റെയും മാനവ വിഭവശേഷി വികസനത്തിൻ്റെയും ആശയങ്ങൾ ആളുകളെ വികസനം കൈവരിക്കുന്നതിനുള്ള ഉപകരണങ്ങളായിട്ടാണ് പരിഗണിക്കുന്നത്, ആത്യന്തിക ലക്ഷ്യം ആയിട്ടല്ല. അവർ പ്രധാനമായും വിതരണ വശത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കും. പ്രധാനമായിട്ടും വികസനം ആഗ്രഹിക്കുന്നവർ എന്താണ് വിതരണ വശത്ത് മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാനവ വിഭവശേഷി വികസനത്തിന് അവർ തീരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. The human welfare approach sees people only as receivers of development benefits, not active participants.
The basic needs approach focuses on providing the most basic things like food, shelter, and clothing to poor people, but it doesn't focus on giving people more choices in life. മനുഷ്യക്ഷേമ സമീപനം ജനങ്ങളെ വികസന ആനുകൂല്യങ്ങൾ സ്വീകരിക്കുന്നവരായി മാത്രമാണ് കാണുന്നത്. മനുഷ്യക്ഷേമ സമീപനം ജനങ്ങൾ വികസന ആനുകൂല്യങ്ങൾ സ്വീകരിക്കുന്നവരായിട്ട് മാത്രമാണ് എന്ത് കാണുന്നത്, ജനങ്ങളെ കാണുന്നത്. ഒരു സജീവ പങ്കാളികളായിട്ടും ഇതിൻ്റെ കൂട്ടേണ്ടവരായിട്ട് അവരെ കാണുന്നില്ല. അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള സമീപനം പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം എന്നിവ പോലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. എന്നാൽ ഇത് ആളുകൾക്ക് ജീവിതത്തിൽ കൂടുതൽ തിരഞ്ഞെടുപ്പുകൾ നൽകുന്നത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. ഇതൊക്കെ കിട്ടിയാൽ പോലും ആളുകൾക്ക് എന്ത് ചെയ്യുന്നില്ല, പീപ്പിൾസിന് ചോയ്സസുകളില്ല. അവരുടെ അതായത് ജീവിത നിലവാരം ഉയർത്താനുള്ള ചോയ്സസുകൾ സാധാരണക്കാർക്ക് ലഭിക്കുന്നില്ല. ദ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അപ്രോച്ച് ഈസ് ഡിഫറെൻറ്റ്. എല്ലാം ഉണ്ട്, പാർപ്പിടവും ഭക്ഷണവും എല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്താൻ അവർക്കത് ഉപകാരപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. ദ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അപ്രോച്ച് ഈസ് ഡിഫറെൻറ്റ് ബിക്കോസ് ഇറ്റ് എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പീപ്പിൾ ഹാവിംഗ് ദ ഫ്രീഡം ടു മേക്ക് ചോയ്സസ് ആൻഡ് ഇംപ്രൂവ് ദെയർ ക്വാളിറ്റി ഓഫ് ലൈഫ്. മനുഷ്യവികസന സമീപനം വ്യത്യസ്തമാണ്, കാരണം ആളുകൾക്ക് തിരഞ്ഞെടുപ്പുകൾ നടത്താനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുമുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യമാണ് അവിടെ ഊന്നിപ്പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഹ്യൂമൻ അപ്രോച്ച് ടു ഡെവലപ്മെൻറ്റ് എന്നുള്ള ആ ബോക്സിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത നമ്മൾ മെയിൻ ഹെഡിങ് ആയിട്ടുള്ള ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഈസ് അബൌട്ട് എക്സ്പാൻഡിങ് പീപ്പിൾസ് ചോയ്സസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദിസ് ചോയ്സസ് ക്യാൻ ബി എൻഡ്ലെസ് ആൻഡ് ചേഞ്ച് ഓവർ ടൈം. ഹൗവർ, at all stages of development, 3 basic choices are important for people. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിനനുസരിച്ച് മനുഷ്യവികസനം എന്നത് ജനങ്ങളുടെ താല്പര്യങ്ങളെ വികസിപ്പിക്കുക എന്നതാണ്. ഈ തിരഞ്ഞെടുപ്പുകൾ അനന്തവും കാലത്തിനനുസരിച്ച് മാറുന്നതുമാണ്. എന്നിരുന്നാൽ പോലും വികസനത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും 3 അടിസ്ഥാന തിരഞ്ഞെടുപ്പുകൾ ആളുകൾക്ക്, അതായത് അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യൻ്റെ താല്പര്യങ്ങൾ പ്രധാനമാണെന്നാണ് പറയുന്നത്. അത് 3 തരത്തിലുള്ളതാണെന്നാണ് പറയുന്നത്. ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട അവൻ്റെ താല്പര്യങ്ങളെക്കുറിച്ചാണ് അടുത്തത് പറയുന്നത്. അതിലൊന്ന് ടു ലീഡ് എ ലോങ് ഹെൽത്തി ലൈഫ്. അടിസ്ഥാനപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ടു ലെഡ്, മറ്റൊന്ന് ടു ഗെയിൻ നോളജ്, മൂന്നാമത് പറയുന്നത് ടു ഹാവ് ആക്സസ് ടു റിസോഴ്സസ് ഫോർ എ ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഒരു ദീർഘകാലമായിട്ടുള്ള ഒരു ഹെൽത്തി ലൈഫും അതുപോലെ നോളജ് ഗെയിൻ ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ മൂന്നാമതായിട്ട് പറയുന്നത് മതിയായിട്ടുള്ള റിസോഴ്സുകൾ കിട്ടുകയും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള താല്പര്യങ്ങളെന്നാണ് പറഞ്ഞത്. വിത്തൗട്ട് ദീസ് ബേസിക് ചോയ്സസ് മെനി അതർ ഓപ്പർച്യൂണിറ്റീസ് ബിക്കം അൺറീച്ചബിൾ. ഈ ഒരു അടിസ്ഥാന തിരഞ്ഞെടുപ്പുകളില്ലാതെ, ഇതൊന്നും കിട്ടാതെ ഒരിക്കലും ഒരു അവസരത്തിൽ എത്തിച്ചേരാൻ ആകില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് അടിസ്ഥാന കാര്യങ്ങൾ കിട്ടാതെ അടിസ്ഥാന കാര്യങ്ങൾ ലഭിച്ചാൽ മാത്രമേ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. Human development goes beyond these basic needs. It also includes additional choices such as political, economic, and social freedom, the opportunity to be creative and productive, and the ability to enjoy personal dignity and human rights. മനുഷ്യവികസനം ഈ അടിസ്ഥാന ആവശ്യങ്ങൾക്കപ്പുറമാണ്. രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക സ്വാതന്ത്ര്യം, സർഗാത്മകവും ഉൽപാദനപരവുമായിട്ടുള്ള അവസരങ്ങളും വ്യക്തിപരമായിട്ടുള്ള അന്തസ്സും മനുഷ്യാവകാശങ്ങൾ ആസ്വദിക്കാനുള്ള കഴിവ് എന്നിവ പോലുള്ള അധിക തിരഞ്ഞെടുപ്പുകളും അധികമായിട്ടുള്ള ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ളത് ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതൊക്കെയാണ് ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൽ ഉൾപ്പെടേണ്ടതെന്നാണ് പറയുന്നത്. UNDP ലുക്സ് അറ്റ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻ 2. UNDP ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ 2 വേയിലാണ് നോക്കിക്കാണുന്നത്. ഒന്ന്, ഫോർമേഷൻ ഓഫ് ഹ്യൂമൻ കാപ്പബിലിറ്റീസ്. ദിസ് മീൻസ് ബെറ്റർ ഹെൽത്ത്, നോളജ് ആൻഡ് ആക്സസ് ടു റിസോഴ്സസ്. മനുഷ്യൻ്റെ കഴിവുകളുടെ രൂപീകരണവും മെച്ചപ്പെട്ട ആരോഗ്യവും അറിവും വിഭവങ്ങളിലേക്കുള്ള പ്രവേശനം എന്നിവയ്ക്കാണ്
ഫോർമേഷൻ ഓഫ് ഹ്യൂമൻ ക്യാപ്പബിലിറ്റീസിൽ പറയുന്നത്. അടുത്തത് പറയുന്നത് യൂസിങ് ദിസ് ക്യാപ്പബിലിറ്റീസ് പീപ്പിൾ ആക്റ്റീവ്ലി എൻഗേജ് ഇൻ കൾച്ചറൽ, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ട്. ഈ കഴിവുകൾ ഉപയോഗിച്ച് ആളുകൾ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് ഏർപ്പെടുന്നു. അതായത് വികസനത്തിൽ അടക്കം ഏർപ്പെടുന്നതിനെയാണ് UNDP നോക്കിക്കാണുന്നത്. ഇഫ് ദീസ് ടു സൈഡ്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആർ നോട്ട് ബാലൻസ്ഡ് ഇറ്റ് ക്യാൻ ലീഡ് ടു frustration. The UNDP emphasizes that income is only one part of human development. While it's important, it doesn't define a person's entire life. Therefore, development should be about more than just increasing income and wealth. നല്ലൊരു പോയിന്റ് ആട്ടോ അത്. മനുഷ്യ വികസനത്തിൻ്റെ ഈ രണ്ട് വശങ്ങളും സന്തുലിതമല്ലെങ്കിൽ അത് നിരാശയിലേക്ക് നയിച്ചേക്കാം. അടിസ്ഥാന ആവശ്യങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിൽ അത് നിരാശയിലേക്ക് നയിച്ചേക്കാം. വരുമാനം മനുഷ്യ വികസനത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, അല്ലാതെ പ്രധാന ഭാഗമല്ല എന്നാണ് പറയുന്നത്. UNDP ഊന്നി പറയുന്നു, ഇത് പ്രധാനമാണെങ്കിൽ പോലും അത് ഒരു വ്യക്തിയുടെ മുഴുവൻ ജീവിതത്തെയും നിർവചിക്കുന്നില്ല. അതുകൊണ്ട് വികസനം എന്നത് കേവലം വരുമാനവും സമ്പത്തും ആയിട്ട് വർദ്ധിപ്പിക്കുക എന്നതിൽ ഉപരി മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക്, ബേസിക് നീഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. താല്പര്യങ്ങൾക്കും ചോയ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഷുഡ് ഫോക്കസ് ഓൺ ഇംപ്രൂവ് പീപ്പിൾസ്. അത് മനുഷ്യരുടെ ജീവിതത്തെ ഇംപ്രൂവ് എങ്കിൽ മാത്രമേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ഇമ്പ്രൂവ് ചെയ്യുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അപ്രോച്ച് ഹൈലൈറ്റ്സ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അപ്രോച്ചിൻ്റെ ഹൈലൈറ്റ്സ് കൂടുതലായിട്ട് പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്. വിഭവങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും. ദ ഗ്രോത്ത് ഓഫ് യൂസ് ഓഫ് ഹ്യൂമൻ ക്യാപ്പബിലിറ്റി. മനുഷ്യൻ്റെ കഴിവുകളുടെ വളർച്ചയും ഉപയോഗം. ഫ്രീഡം ഓഫ് ചോയ്സ്. എന്താണ് താല്പര്യങ്ങൾക്കുള്ള അല്ലെങ്കിൽ തൻ്റെ ചോയ്സസുകൾ പറയാനുള്ള ഒരു ഫ്രീഡം. ജോബ് സെക്യൂരിറ്റി. പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഒരു തീരുമാനമെടുക്കുന്ന പാർട്ടിസിപ്പേഷൻ. ഒരു രാജ്യത്തിൻ്റെ കാര്യമായാലും ഒരു സമൂഹത്തിൻ്റെ കാര്യങ്ങൾ, സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പാർട്ടിസിപ്പേഷനാണ് വേണ്ടത്. പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ അവൻ്റെ ലൈഫിൽ ഹാപ്പി ആയിരിക്കണം, അതാണ് പറയുന്നത്. സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫ്രീഡം. സോഷ്യലും എക്കണോമിക്കും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഫ്രീഡം അവന് വേണം. ഇതൊക്കെയാണ് ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അപ്രോച്ചസിൻ്റെ ഹൈലൈറ്റ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അതൊക്കെ പോയിൻറ്റ്സ് ആണ്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അടുത്തത് പറയുന്നത് നേരത്തെ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ആണ് ഫസ്റ്റ് പോയിൻ്റ് ആയിട്ട് പറഞ്ഞത്. ഇത് പോയിന്റ് 2B കൺസേൺ അഗെയിൻസ്റ്റ് റൂത്ത്ലെസ് എക്സെട്ര ഗ്രോത്ത്. കൺസേൺ അഗെയിൻസ്റ്റ് അൺഫെയർ ഗ്രോത്ത്. അന്യായമായ വളർച്ചയ്ക്കെതിരായിട്ടുള്ള ആശങ്ക, അതാണ് പറയുന്നത്. Following the traditional growth model, the world has become more divided and the gap between the rich and the poor has increased. The UNDP pointed out that the poorest 20% of the world population has seen their share of global income decrease from 2.3% to 1.4% over the past 30 years, while the richest 20% saw their share rise from 70% to 85%. പരമ്പരാഗത വളർച്ചാ മാതൃക പിന്തുടർന്ന് ലോകം കൂടുതൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു വന്നു. UNDP റിപ്പോർട്ട് പ്രകാരം, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യയുടെ ഏറ്റവും ദരിദ്രരായ 20% പേരിൽ കഴിഞ്ഞ 30 വർഷത്തിനിടെ ആഗോള വരുമാനത്തിൻ്റെ വിഹിതം 2.3% നിന്ന് 1.4% കുറഞ്ഞു. അവരുടെ വിഹിതം കുറഞ്ഞു. അതായത് അവരുടെ ദരിദ്രരായ 20% പേരിൽ അവരുടെ ആഗോള വരുമാനത്തിൽ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അതേസമയം സമ്പന്നരായ 20% പേരിൽ അവരുടെ പങ്ക് 70% നിന്ന് 85% ഉയരുകയാണ് ചെയ്തത്. ദരിദ്രർ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് ഉപ്പുകുത്തുകയും മുതലാളിമാർ വീണ്ടും മുതലാളിത്തത്തിലേക്ക് ഉയരുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദ ഡിഫറൻസ് ഇൻ ഇൻകം ബിറ്റ്വീൻ ദ ഇൻഡസ്ട്രിയലൈസ്ഡ് വേൾഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഹാസ് ട്രിപ്പിൾഡ്. Regional inequalities have also grown. The UNDP raised concern about jobless, rootless and fortuneless growth in the late 1990s.
വ്യാവസായിക ലോകവും വികസ്വര രാജ്യങ്ങളും തമ്മിലുള്ള വരുമാന വ്യത്യാസം 3 ഇരട്ടിയായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. പ്രാദേശിക അസമത്വങ്ങളും അതിനോടൊപ്പം തന്നെ വളർന്നു. UNDP 1990കളുടെ അവസാനത്തിൽ തൊഴിൽ രഹിത, നിർദ്ദയ, ശബ്ദരഹിത, വേരുകളില്ലാത്ത, ബാഹ്യരഹിതമായ വളർച്ചയെക്കുറിച്ച് ആശങ്കകൾ ഉന്നയിച്ചു. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനുഷ്യൻ്റെ താല്പര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വളരുന്നവൾ വളർന്നുകൊണ്ടേയിരിക്കും, ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. ഒരു വളർച്ചയിലുള്ള വികസനത്തിലുള്ള അസമത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. ജോബ്ലെസ് ഗ്രോത്ത് മീൻ ദ എക്കോണമി ഗ്രോ ബട്ട് ഇറ്റ് ഡിഡ്ന്റ് ക്രിയേറ്റ് എനഫ് ജോബ് ഫോർ മെനി പീപ്പിൾ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. This has meant long working hours and very low wages for millions of people in farming and informal jobs. തൊഴിലില്ലായ്മ വളർച്ച അർത്ഥമാക്കുന്നത് സമ്പദ് വ്യവസ്ഥ തൊഴിലില്ലായ്മ സമ്പദ് വ്യവസ്ഥയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത് ധാരാളം ആളുകൾക്ക് മതിയായ തൊഴിലവസരം ലഭിച്ചില്ല. തൊഴിലില്ലായ്മയിൽ വളർച്ച വന്നിരിക്കുന്നു, സമ്പദ് വ്യവസ്ഥയിൽ വളരുകയും ചെയ്തു, പക്ഷേ അത് ആളുകൾക്ക് മതിയായ രീതിയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നില്ല. വികസ്വര രാജ്യങ്ങളിൽ കൃഷിയിലും അനൗപചാരിക ജോലികളിലുമായി ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ദൈർഘ്യമേറിയ ജോലി സമയവും വളരെ കുറഞ്ഞ വേതനവുമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അതുപോലെ എൻവയോൺമെൻറ്റൽ ഹാം. ഫാസ്റ്റ് എക്കണോമിക് ഗ്രോത്ത് ഇൻ സം കൺട്രീസ് ഹാസ് ബീൻ അച്ചീവ്ഡ് ബൈ ഡിസ്ട്രോയിങ് ഫോറസ്റ്റ്, പൊല്യൂട്ടിംഗ് റിവേഴ്സ് ആൻഡ് ഡാമേജിങ് ബയോഡൈവേഴ്സിറ്റി. പാരിസ്ഥിതിക ദോഷം, വനങ്ങൾ നശിപ്പിച്ചും നദികൾ മലിനമാക്കിയും ജൈവ വൈവിധ്യത്തിലും കേടുപാടുകൾ വരുത്തിയും ചില രാജ്യങ്ങളിൽ അതിവേഗ സാമ്പത്തിക വളർച്ച കൈവരിച്ചിരിക്കുന്നു. ഫ്യൂച്ചർലെസ് ഗ്രോത്ത്. ദ കറന്റ് ജനറേഷൻ ഹാസ് used up resources needed for the future, and sometimes this growth benefits rich countries at the expense of poor ones. ഭാവിയില്ലാത്ത വളർച്ച. നിലവിലെ തലമുറ ഭാവിയിലേക്ക് ആവശ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞു. ചിലപ്പോൾ ഈ വളർച്ച ദരിദ്രരുടെ ചെലവിൽ സമ്പന്ന രാജ്യങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നു. നിലവിലെ തലമുറ ഭാവിയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ ഈ ഒരു വളർച്ച ദരിദ്രരുടെ ചെലവിലാണ് സമ്പന്ന രാജ്യങ്ങൾക്ക് പ്രയോജനം. കാരണം ദാരിദ്ര്യമുള്ള രാജ്യങ്ങൾ അവരെ ആശ്രയിക്കേണ്ടി വരികയാണ്. അപ്പോൾ അവർ വീണ്ടും സമ്പന്നരാകുകയെന്നാണ് ചെയ്യുന്നത്. The UNDP says the development that worsens today inequalities is not sustainable and not worth continuing. ഇന്നത്തെ അസമത്വങ്ങൾ കൂടുതൽ വഷളാക്കുന്ന വികസനം സുസ്ഥിരമല്ലെന്നും അത് തുടരേണ്ടതില്ലെന്നും UNDP പറയുന്നുണ്ട്. അടുത്ത പോയിന്റ് പറയുന്നത് ഡെവലപ്മെൻറ്റ് ആസ് ഫ്രീഡം. അമർത്യ സെൻ 1999. അമർത്യ സെൻ വ്യൂസ് ഡെവലപ്മെൻറ്റ് ആസ് ഫ്രീഡം. For him, development should be seen as a process that expands the real freedom people have. He believes that economic growth and higher income do not always mean successful development. Some countries with a high GDP and income still have poor quality of life, while other countries with a low GDP and income may have better human development outcomes. അമർത്യ സെൻ വികസനത്തെ സ്വതന്ത്രമായിട്ടാണ് കണ്ടത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വികസനം എന്നത് ജനങ്ങളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തെ വിപുലീകരിക്കുന്ന ഒരു പ്രക്രിയയായിട്ടായിരിക്കണം കാണേണ്ടത്. സാമ്പത്തിക വളർച്ചയും ഉയർന്ന വരുമാനവും എല്ലായ്പ്പോഴും വിജയകരമായ വികസനത്തെ അർത്ഥമാക്കുന്നില്ലെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഉയർന്ന GDPയും അതായത് ഉയർന്ന വാർഷിക വരുമാനമുള്ള ചില രാജ്യങ്ങൾ ഇപ്പോഴും മോശം ജീവിത നിലവാരമാണ്. അതേസമയം കുറഞ്ഞ GDPയും വരുമാനമുള്ള മറ്റ് രാജ്യങ്ങൾ മെച്ചപ്പെട്ട മാനവികസന ഫലങ്ങൾ ഉണ്ടാക്കിയേക്കാം. അക്കോർഡിംഗ് ടു സെൻ, the main goal of development is improve human lives by expanding the range of things people can achieve. This includes removing obstacles like illiteracy, poor health, poverty, lack of resources, and the absence of civil and പൊളിറ്റിക്കൽ ഫ്രീഡംസ്. സെൻ പറയുന്നതിനനുസരിച്ച് വികസനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ആളുകൾക്ക് നേടാനാകുന്ന കാര്യങ്ങളുടെ പരിധി വിപുലീകരിച്ച് മനുഷ്യജീവിതം മെച്ചപ്പെടുത്തുക എന്നതാണ്. നിരക്ഷരത, മോശം ആരോഗ്യം, ദാരിദ്ര്യം, വിഭവങ്ങളുടെ അഭാവം, സിവിൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യങ്ങളുടെ അഭാവം തുടങ്ങിയ തടസ്സങ്ങൾ നീക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു.
നമ്മുടെ അടുത്ത സൈഡ് ഹെഡിങ് വരുന്നത് 108 പാരഡൈം ഷിഫ്റ്റ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രാറ്റജീസ്. Since the early 1970s, the developing world, particularly after colonization, has seen a major shift in development strategies. For example, India initially focused on growth with stability. After independence, this approach emphasized industrialization, agricultural modernization, expanding infrastructure, എഡ്യൂക്കേഷൻ ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. 1970കളുടെ തുടക്കം മുതൽ വികസ്വര രാജ്യങ്ങൾ, പ്രത്യേകിച്ച് കോളനിവൽക്കരണത്തിന് ശേഷം, വികസന തന്ത്രങ്ങളിൽ വലിയ മാറ്റം കണ്ടു. ഉദാഹരണത്തിന്, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ തുടക്കത്തിൽ സ്ഥിരതയോടെയുള്ള വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഈ സമീപനം വ്യാവസായികവൽക്കരണം, കാർഷിക നവീകരണം, വിപുലീകരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം, ബഹുജന ആശയവിനിമയം എന്നിവയ്ക്ക് ആണ് ഊന്നൽ നൽകിയത്. അതായത് ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് ഉള്ളവരെ കൂടെ ഉയർത്തിക്കൊണ്ടുവരുന്ന രീതികൾക്കാണ് ഊന്നൽ നൽകിയത്. However, as many people continue to lack helping the disadvantaged section of society, in the early 1990s, with the rise of globalization, a new strategy called empowerment with development was introduced. This approach aimed to bring marginalized groups into മെയിൻ സ്ട്രീം ഓഫ് സൊസൈറ്റി. എന്നിരുന്നാലും സമൂഹങ്ങളിലെ അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങളെ സഹായിക്കുന്നതിൽ പലർക്കും അഭാവം തുടർന്നുകൊണ്ടേയിരുന്നു. 1990കളുടെ തുടക്കത്തിൽ ആഗോളവൽക്കരണത്തിൻ്റെ ഉയർച്ചയോടെ വികസനത്തോടൊപ്പം ശാക്തീകരണം എന്ന പുതിയ തന്ത്രം അവതരിപ്പിക്കപ്പെട്ടു. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് ഈ ഒരു സമീപനം. Development strategies changed further with the collapse of socialist economies, the spread of neoliberal globalization, the introduction of structural adjustment programs, and the creation of the World Trade Organization (WTO), along with the agreements like GATT and GATS. Neoliberal development brought a new perspective on development, promoting the idea of one world, one market, one ideology. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥകളുടെ തകർച്ച, നവലിബറൽ ആഗോളവൽക്കരണത്തിൻ്റെ വ്യാപനം, ഘടനാപരമായ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാമുകളുടെ ആമുഖം, ലോക വ്യാപാര സംഘടനയുടെ സൃഷ്ടി, ഗാട്ട് ആൻഡ് ഗാഡ്സ് തുടങ്ങിയ കരാറുകൾക്കൊപ്പം വികസന തന്ത്രങ്ങൾ കൂടുതൽ മാറി. നവലിബറൽ വികസനത്തിൽ ഒരു പുതിയ കാഴ്ചപ്പാട് കൊണ്ടുവന്നു. ഒരു ലോകം, ഒരു വിപണി, ഒരു പ്രത്യയശാസ്ത്രം എന്ന ആശയം പ്രോത്സാഹിപ്പിച്ചു. അതായത് ഗ്ലോബലൈസേഷൻ. അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. റീഡിഫൈനിങ് ദ റോൾ ഓഫ് ദ സ്റ്റേറ്റ്സ്. സംസ്ഥാനത്തിൻ്റെ പങ്ക് പുനർനിർവചിക്കുന്നു. The World Development Report 1997 stressed the need for the state to play an important role in social and economic development, but in a new way. The state should not directly provide growth, but act as a partner, catalyst, and facilitator as the world changes. Ideas about the state role in development are changing too. 1997 വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തിൽ സംസ്ഥാനം ഒരു പ്രധാന പങ്ക് വഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഊന്നി പറയുന്നുണ്ട്. എന്നാൽ ഒരു പുതിയ രീതിയിൽ സംസ്ഥാനം കേവലം നേരിട്ട് വളർച്ച പ്രദാനം ചെയ്യുക മാത്രമല്ല, പങ്കാളിയായും ഉത്തേജകമായും സഹായമായും പ്രവർത്തിക്കണം. ലോകം മാറുന്നതിനനുസരിച്ച് വികസനത്തിന് സംസ്ഥാനത്തിലുള്ള പങ്കുകളും ആശയങ്ങളും മാറുകയാണ്. അതുകൊണ്ട് സംസ്ഥാനവും കൂടെ നിൽക്കണം എന്നാണ് പറയുന്നത്. This includes focusing on certain actions that the state will support and getting citizens and communities involved in providing public goods for human welfare. To improve the state ability to act efficiently must be strengthened. സംസ്ഥാനം പിന്തുണയ്ക്കുന്ന ചില പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും പൊതുസാധനങ്ങൾ നൽകുന്നതിൽ പൗരന്മാരെയും സമൂഹങ്ങളെയും ഉൾപ്പെടുത്തുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. മനുഷ്യക്ഷേമം മെച്ചപ്പെടണമെങ്കിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള സംസ്ഥാനത്തിൻ്റെ കഴിവും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതായത് നമ്മുടെ സ്റ്റേറ്റിനും അതിൻ്റെതായ പവറുണ്ട്. ആ പവർ പ്രയോഗിച്ച് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കണം എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് വരുന്നത് ഫോക്കസ് ഓൺ എംപവർമെൻറ്റ് ഓഫ് ദ മാർജിനലൈസ്ഡ്. The World Development Summit of 1995 talked about people's initiatives, people empowerment and strengthening the capacities of people. It highlighted that the main goal of development is to empower people, especially women.
and strengthen their abilities. Empowerment means that people should fully participate in making decisions about how societies functions and their well-being. 1995 ലോക വികസന ഉച്ചകോടി ജനങ്ങളുടെ സംരംഭങ്ങൾ, ജനശാക്തീകരണം, ആളുകളുടെ കഴിവുകൾ ശക്തിപ്പെടുത്തൽ എന്നിവയെക്കുറിച്ച് സംസാരിച്ചു. വികസനത്തിൻ്റെ പ്രധാന ലക്ഷ്യം ജനങ്ങളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ ശാക്തീകരിക്കുകയും അവരുടെ കഴിവുകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുകയാണെന്ന് അത് എടുത്തു പറഞ്ഞു. ശാക്തീകരണം എന്നാൽ സമൂഹങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അവരുടെ ക്ഷേമത്തെക്കുറിച്ചും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അവരുടെ പൂർണ്ണമായി പങ്കെടുക്കണം എന്നാണ്. To ensure full participation, the summit said the state should create a stable legal framework that aligns with the Constitution and international laws. The framework should support partnerships with the civil society organization and help local communities develop their own organization, resources and activities. സമ്പൂർണ്ണ പങ്കാളിത്തം ഉറപ്പാക്കൽ, ഭരണഘടനയോടും അന്തർദേശീയ നിയമങ്ങളോടും യോജിച്ചു പോകുന്ന ഒരു സുസ്ഥിരമായ നിയമ ചട്ടക്കൂട് സംസ്ഥാനം സൃഷ്ടിക്കണമെന്ന് ഉച്ചകോടിയിൽ പറഞ്ഞു. ഈ ചട്ടക്കൂട് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനുകളുമായുള്ള പങ്കാളിത്തത്തെ പിന്തുണയ്ക്കുകയും പ്രാദേശിക സമൂഹങ്ങളെ അവരുടെ സ്വന്തം ഓർഗനൈസേഷനുകളും വിഭവങ്ങളും പ്രവർത്തനങ്ങളും വികസിപ്പിക്കാൻ സഹായിക്കുകയും വേണം എന്നാണ് പറയുന്നത്. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് സെവറൽ കീ ഐഡിയാസ് ഹാവ് എമേജ്ഡ്. ഈ ഒരു ഇതിൽ ഒരു ഒട്ടനവധി ഐഡിയാസുകൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഷോർട്ടായിട്ട് നമ്മൾ പറയുകയാണ്. ഓൾ പോയിൻറ്റ്സ് ആണ്. ഓൾ എംപവർമെൻറ്റ് എഫേർട്സ് ഷുഡ് ഫോളോ ദ കൺട്രീസ് ലോ. എല്ലാ ശാക്തീകരണ ശ്രമങ്ങളും രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചായിരിക്കണം. ദ സ്റ്റേറ്റ് വിൽ ചൂസ് when to support people's initiatives. ജനങ്ങളുടെ സംരംഭങ്ങൾ എപ്പോൾ പിന്തുണയ്ക്കാമെന്ന് സംസ്ഥാനം തീരുമാനിക്കും. സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് വിൽ പ്ലേ an important role in empowering marginalized groups. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ ശാക്തീകരിക്കുന്നതിൽ പൗരസമൂഹ സംഘടനകൾ പ്രധാന പങ്കുവഹിക്കും. Along with the active state involvements, civil societies will be crucial in the development process focused on empowerment. ശാക്തീകരണത്തിൽ ഊന്നിയുള്ള വികസന പ്രക്രിയയിൽ സംസ്ഥാനത്തിൻ്റെ സജീവമായ ഇടപെടലുകൾക്കൊപ്പം സിവിൽ സമൂഹങ്ങളും നിർണായകമാവും. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ പറയുന്ന കാര്യങ്ങൾ. ഇനി അടുത്തത് കൺക്ലൂഷനാണ്. കൺക്ലൂഷനിൽ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെയാണ്. വികസനവും പുരോഗതിയും ലോകമെമ്പാടും വ്യത്യസ്തമായ സാമൂഹിക പ്രക്രിയകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ആളുകൾക്ക് വ്യത്യസ്ത ഭൂമിശാസ്ത്രപരവും സാമ്പത്തികവും സാങ്കേതികവും രാഷ്ട്രീയവുമായ അവസ്ഥകളിലാണ്. അതുകൊണ്ട് തന്നെ വികസനവും വ്യത്യസ്തമായിരിക്കും എന്നാണ് പറയുന്നത്. ഈ വ്യത്യാസങ്ങൾക്കിടയിൽ പോലും സാമൂഹിക ശാസ്ത്രജ്ഞ വികസനത്തെയും പുരോഗതിയെയും കുറിച്ച് വിശാലമായ ആശയങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ആശയങ്ങൾ പരസ്പരം വ്യത്യസ്തമുള്ളവയാണെങ്കിൽ പോലും ഈ യൂണിറ്റിൽ ക്ലാസിക്കൽ സോഷ്യോളജിയിലെ ചിന്തകരുടെ വികസനത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത വീക്ഷണങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ വികസനത്തിന് സ്വഭാവത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടും ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൺക്ലൂഷൻ എന്നുള്ള പാട്ട് നമുക്കൊരു എല്ലാ ഭാഗങ്ങളിലും ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള ലെവലിൽ കൊടുക്കാം കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഈ കൺക്ലൂഷനും നിങ്ങളൊന്ന് റീഡ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ നമ്മുടെ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ്സൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെയാണ് മെയിൻ പോയിൻറ്റ്സ്. ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ പോയിൻറ്റ്സായിട്ട് വരുന്നത്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് വെറും 5 ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുള്ളൂ നമ്മൾ യൂണിറ്റ് മൊത്തത്തിൽ നിന്ന്. അതുകൊണ്ട് ഒരു ചാപ്റ്റർ നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല, മൊത്തത്തിൽ നോക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റിവൈസ് ചെയ്തതിന് ശേഷം സാവകാശം നോക്കുന്നതായിരിക്കും നല്ലത്. നോട്ട്സൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ലോണം ശ്രദ്ധിക്കുക. നമ്മൾ കണ്ടൻറ്റുകളൊന്നും വിടുന്നില്ല. പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നോട്ട്സും കാര്യങ്ങളും ക്ലാസ്സൊക്കെ കണ്ടാൽ തന്നെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ആഗ്രഹിക്കുന്നവർക്ക്. പിന്നീട് നെറ്റൊക്കെ എഴുതുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. സോ നമ്മുടെ ഈ യൂണിറ്റിൻ്റെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.